അയ്യോ അതല്ല, ലോറി അടിച്ചടാ. ലോട്ടറി അടിച്ചു. നിനക്ക് ഒരു ലോട്ടറി പോലും എടുക്കാത്ത എനിക്ക് എങ്ങനെ ലോട്ടറി അടിക്കണം? അയ്യോ നീയല്ല, നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛനാ ലോട്ടറി അടിച്ചത്. എന്റെ അച്ഛൻ പിതാംബരനെ ലോട്ടറി അടിച്ചു. എന്നോട് ഏജൻസിക്കാരൻ വിളിച്ചു പറഞ്ഞാണ് നിന്റെ അച്ഛന് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന്. എന്നോട് നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണല്ലോ. അയ്യോ ഞാൻ ഇന്ന് മുതൽ കോടീശ്വരൻ. ഞാനും അടിച്ചു ലോട്ടറി അടിച്ച 75 ലക്ഷം ഒരു കാറും. അച്ഛനോട് പറയട്ടെ, ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല വേറെ കുഴപ്പമുണ്ടല്ലോ. അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കല്ലേ. ഇനിയിപ്പോ ഈ വാർത്ത എങ്ങാനും കേൾക്കുമ്പോ തന്നെ പെടഞ്ഞോടി ചത്തേണ്ടി. അയ്യോ അത് ശരിയാ. അങ്ങനെ ഒരു കാര്യം ചെയ്തോ, ഈ ലോട്ടറി വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. അങ്ങനെ എടുക്കണ്ട, വേണ്ട. ഞാൻ അച്ഛനെ മയത്തില് കാര്യങ്ങൾ പറഞ്ഞങ്ങ് ധരിപ്പിക്കാം. ശരിയാ, പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റടിക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്തെങ്കിലും വരുള്ളൂ. അതിന് ശരി. അപ്പൊ അതല്ല, നിന്റെ അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ആ ഒരു താളത്തിൽ നിൽക്കണം മൊത്തത്തില്. അപ്പൊ ഞാൻ മയത്തിൽ പറഞ്ഞങ്ങ് വഹിക്കാം കേട്ടാ, അതാ നല്ലത്. ഞാനും വരാം. അച്ഛാ അതെ, എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, തങ്കപ്പെട്ട മനസ്സാണ്. തങ്കപ്പേട്ടന്റെ മനസ്സാ? തങ്കപ്പേട്ടന്റെ മനസ്സല്ല, തങ്കപ്പെട്ട മനസ്സുള്ള ഉടമസ്ഥനാണ്. കാര്യങ്ങൾ നീ വേണ്ട വിധത്തിൽ പതുക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇതൊക്കെ പറഞ്ഞ് മയത്തിലാക്കി ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് ചെലവാശാക്കി ഞാൻ റെഡിയാക്കി തരും. തങ്കമ്മേ, പട്ടീനെ അഴിച്ചു വിട്ടാടി. അച്ഛാ ഇതെന്തെടുക്കും ഇവിടെ? ചായ കുടിച്ചാച്ചാ? വേപ്പല ഈ കോപ്പല കറിക്കിടാൻ കൊള്ളാം. പക്ഷെ ഇവിടെ ഞാൻ വളർത്തുന്ന ചില ആൾക്കാരുണ്ട്, കറി വാങ്ങാൻ പോലും പറഞ്ഞിടാൻ കൊള്ളാം. ഈ വീടൊന്നും പറമ്പൊന്നും ക്ലീൻ ചെയ്യാനാ പോട്ടെ, ചെറിയൊരു കിണറല്ലേ ഇവിടെ ഉള്ളത്. അതിന്റെ അടിയിൽ ചെന്ന് അതിന്റെ ചെളി വാരി അതൊന്ന് വൃത്തിയാക്കിയിട്ടാ നല്ല ശുദ്ധജലം കുടിച്ചുകൂടെ? ഇനി അത് വൃത്തിയാക്കാൻ അടിയിൽ ചെല്ലുമ്പോ തന്നെ ഞാൻ കുമ്പിടുമ്പോ വീണ എത്രയോ ചില്ലറ പൈസ ഉണ്ട് അവിടെ. ഇതൊക്കെ ഇവന് കിട്ടൂലേ? ഇതിന്റെ വല്ല വിചാരം ഉണ്ട് ഈ പാഴിന്റെ കൂടെ നീ നടന്ന് പാഴാകണത്? അച്ഛാ നീ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടക്കണ നേരത്തിന് നിനക്ക് ഈ വേപ്പലയുടെ ആ പുഴുകേറിയ ഭാഗം നശിപ്പിക്കാനാ, ആ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാനാ, ആ കിണറിന്റെ അടിയിൽ നിന്റെ മൊബൈൽ പോയിട്ട് നീ എടുത്താ? അല്ല അച്ഛാ, ഇവൻ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. ക്ലബിന്റെ വാർഷികമായിട്ടുണ്ടാവും. അല്ല അതൊന്നുമല്ല, 10 പൈസ ഡൊണേഷൻ എന്റെ പേര് പ്രതീക്ഷിക്കണ്ട. അയ്യോ അതല്ല, ഇന്നാളെ നീ 100 രൂപയും ചോദിച്ചു വന്ന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, 50 രൂപ ഞാൻ തന്നു. അതിൽ 10 രൂപ പ്രാവശ്യം ഞാൻ കടം മേടിച്ചു, ബാക്കി 40 നിന്റെ കയ്യിലുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ മേടിച്ചതാണ്. അയാൾക്ക് അവിടെ വരുമ്പോ ഒരു പൂച്ചണ്ടെങ്കിലും കൊടുക്കണം. അച്ഛാ, അച്ഛന്റെ ഒരേ ഒരു മോനല്ല അച്ഛൻ ഞാൻ. എനിക്കൊന്ന് രക്ഷപ്പെടണ്ട അച്ഛാ സാമ്പത്തികമായിട്ട്. ഗേറ്റ് തുറന്നു കിടക്കണം, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടും. പിതാമര ചേട്ടാ, ഈ ശരിക്കും പറഞ്ഞാൽ ശരീരമൊക്കെ അങ്ങോട്ടും മെലിഞ്ഞു ഉണങ്ങി തൊലിഞ്ഞു കറുത്ത് കരിവാളിച്ച് ശരിക്കും പറഞ്ഞാൽ കരിമുട്ടി പോലെ ആയിപ്പോയി. നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അച്ഛനുള്ള സ്നേഹം കൊണ്ട് പറയാം. യോഗ ചെയ്യണ ശരീരവും യോഗ നിനക്കത് ചെയ്യാനുള്ള യോഗ ഇല്ല. അത് യോഗയെ കുറിച്ച് പഠിക്കണം. അതെ അതെ, ഞാൻ പറയാറില്ലേ പഠിക്കണമെന്ന്. അല്ല അച്ഛാ, അവനെ വേറെ എന്തോ പറയാ. എന്താണ് ഈ യോഗ? എന്താണ്? എനിക്ക് അതാണ്. കേരളത്തിൽ 2 യോഗ ഉണ്ടെന്നാണ് ആൾക്കാർ പറയാറ്. ഒന്ന് NSS യോഗ, ഒന്ന് SNDP യോഗ. ഇതല്ല യോഗ. യോഗ എന്ന് പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെങ്കിൽ നീ വെളുപ്പിന് വരണം, അല്ലെങ്കിൽ വൈകിട്ട് എൻ്റെ അടുത്ത് വരണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ജനിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും പറഞ്ഞത് പാഴായിട്ട് ജനിച്ചിട്ടും ജീവിച്ചിട്ടും കാര്യമില്ല. ഇവന്റെ പുറകെ നടന്ന് നീ ചെയ്യാതെ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. നീ ആ കാര്യം കൂടെ അച്ഛനോട് പറഞ്ഞാൽ മതി. അച്ഛാ വേറൊന്നുമല്ല, എന്റെ കൂടി അച്ഛനായതുകൊണ്ട് ഞാൻ പറയാം. ഇവന്റെ അച്ഛൻ ദിനം പറഞ്ഞിട്ട് ഇനി ആ അവകാശവും കൂടി ഞാൻ തരേണ്ടി വരരുത് ഇവിടെ കിടന്ന്. അതല്ല, പിന്നെ ഇവന്റെ അച്ഛൻ എന്ന് പറയുമ്പോ എന്റെയും കൂടി അച്ഛനാണല്ലോ. അങ്ങനെ പ്രഷറും ഷുഗറൊക്കെ എങ്ങനെ പോണ്? ഒന്നും പോണില്ല, എല്ലാം എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അല്ല അതല്ല, വേറെ വേറെ നെഞ്ചുവേനൊന്നും ഇപ്പൊ വരാറുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഞാനെന്നും കൂടി നീ ആലോചിച്ചിട്ട് വേണം നീ കുണ ഇവിടെ കിടന്ന് പറയാൻ. കഴിഞ്ഞ ദിവസം ബൈപ്പാസ് വഴി പോണത് ഞാൻ കണ്ടായിരുന്നു. അത് സർജറിക്ക് വേണ്ടി പോയ പോക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിരിക്കണേണ്. എന്റെ അടുത്ത് കാശ് കടം ചോദിക്കാനാ, മേടിച്ച കാശ് തരൂലെന്ന് പറയാനാ ദൈവത്തോർത്ത് നിൽക്കരുത്. അതല്ല അച്ഛൻ, അവൻ അച്ഛനോട് എന്തോ വേറെ കാര്യം പറയണ്ട. അച്ഛൻ അത് കേക്ക്. അതെ അതെ അതെ, സംഭവം വേറെ ഒന്നുമല്ല. അച്ഛന്റെ അതായത് അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? നിന്റെ അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? അതല്ല ഇപ്പോഴത്തെ വിഷയം. അച്ഛന്റെ ശരിക്കും പെങ്ങളാണ് പ്രസവിച്ചത്. പക്ഷെ ആ ഒരു സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോടാ. അല്ല അത് വേറെ ഒന്നുമല്ല, ഈ കല്യാണം കഴിക്കാതെ പെങ്ങൾ പ്രസവിച്ച ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ? അത് ഒരു വിഷമമുണ്ട്. അതല്ല, ഞാനേ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സുനി ഇല്ലേ, സുനിയല്ലേ അച്ഛാ ബിവറേജിന്റെ മുമ്പിൽ ലോട്ടറി കട നടത്തണ അവൻ ഇന്നലെ ഒരു പൈനിന്റെ കാശും മേടിച്ചോണ്ട് പോയിട്ട് അത് ഇങ്ങനെ എത്തിച്ചിട്ടില്ല ഇതുവരെ. അതല്ല, അത് പോട്ടെ.
എന്താടാ സംഭവം പറയാം. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ചുറ്റിപ്പറ്റി കയറി ഗേറ്റ് തുറന്ന് കിടക്കൊണ്ട് നീ ഇവനെയും കൂട്ടി ഇവിടെ വന്നു. ആളില്ലാത്ത നേരത്തെ ഇവനെയും കൂട്ടി നീ അകത്തിരുന്ന് ഞാൻ കളിക്കണ ചീട്ടെടുത്ത് കളിക്കുകയോ ഞാൻ മേടിച്ചു വെച്ചേക്കണ സ്മോൾ എടുത്ത് അടിക്കുകയോ എന്തെങ്കിലും ചെയ്താ. അച്ഛ അവൻ അതിനൊന്നും വന്നതല്ല, അവൻ അച്ഛനോട് എന്തോ കാര്യം പറയാനുണ്ട്, അത് പറയടാ. അതായത് നമ്മുടെ സുനി ഇല്ലേ, അച്ഛൻ വേറെ ഒന്നും ഇതായിരിക്കരുത്. സുനി കടകിടക്ക് നീ ഇവിടത്തെ കളി. സുനി ഉണ്ടല്ലോ, നീ പറയല്ല. അച്ഛനിപ്പോ നെഞ്ചുവേനുണ്ടോ അച്ഛാ? ഇടക്ക് മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ചെറിയൊരു പിടുത്തോണ്ടായിരുന്നു. സുനിക്ക് ലോട്ടറി അടിച്ചു. സുനിക്ക് ലോട്ടറി അടിച്ചു. ബീവറേജിന്റെ അവിടെ ലോട്ടറി മാത്രം കഷ്ടപ്പെട്ട് വളർന്നവനാണെന്നറിയാം. അതെ. അടിക്കട്ടാ അവനെ കടിച്ച് രക്ഷപ്പെടട്ടെ. നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും അല്ലേ അച്ഛാ? നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും അല്ലേ? എന്തായിരിക്കും? നിനക്കാ? അച്ഛനടിച്ചാലാ? എനിക്കാ? ലോട്ടറി ആരടിക്കാനാണ്? അല്ല ശരിക്കും ലോട്ടറി അടിക്കണ അതൊക്കെ ഭാഗ്യമുള്ളവര്. ഭാഗ്യമുള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ പീതാംബരൻ ചേട്ടൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് വരുമ്പോഴായിരിക്കും പത്രത്തിനകത്തോട്ട് നോക്കുമ്പോ പീതാംബരൻ ചേട്ടൻ ഒരു ലോട്ടറി അടിച്ചു 75 ലക്ഷം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ ഞെട്ടിപ്പോകൂലേ? നമ്മക്കൊക്കെ ആരെ ഇനി എന്റെ അടിക്കാനാണ്? എത്ര വർഷങ്ങളായിട്ട് ലോട്ടറി അടിക്കണ ഞാൻ ലോട്ടറി എടുത്ത് കളഞ്ഞ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലത്തെ ഇതല്ല, ഇതേപോലത്തെ ഒരു വീടും ഇതേപോലത്തെ ഒരു 10 കിണറും ഇവിടെ ഉണ്ടാകണം. ഒരു 5 അംബാസിഡർ വേറെ കിടന്നേനെ. അത്രമാത്രം കാശ് ലോട്ടറി എടുത്ത് ഞങ്ങൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, പറഞ്ഞേ സംഭവം വേറെ ഒന്നുമില്ല. അച്ഛനൊന്നും തോന്നരുത്. അച്ഛൻ എന്ത് വിഷമം തോന്നിയില്ല, വിഷമം തോന്നിയില്ല. അവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്, അവന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം. അതായത് അച്ഛാ, സുനി ഉണ്ടല്ലോ, സുനി ലോട്ടറി എടുക്കണ കടയില്ലേ, ലോട്ടറി എടുക്കണ ആ കടയിൽ നിന്ന് അച്ഛൻ ഒരു ലോട്ടറി എടുത്തെന്നിരിക്കേ, എടുക്കാറുണ്ടല്ലോ, എപ്പോഴും എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ലോട്ടറി അച്ഛൻ എടുത്ത സമയത്ത് അച്ഛനാണ് ലോട്ടറി അടിക്കണമെങ്കിലോ 75 ലക്ഷം കാറും ഒന്ന് പോടാ. അതിനുള്ള ഭാഗ്യമൊന്നും പീതാംബരൻ ഇപ്പൊ ഇല്ലേ? ചേട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അതായത് ഇപ്പൊ പീതാംബരൻ ചേട്ടൻ ലോട്ടറി എടുക്കുന്നു, രാവിലെ നേരം വെളുത്തപ്പോ ലോട്ടറി പീതാംബരൻ ചേട്ടൻ അടിച്ചിരിക്കുന്നു 75 ലക്ഷം രൂപയും ഒരു കാറും. ഇത് പീതാംബരൻ ചേട്ടൻ അടിച്ചെന്ന് വിചാരിക്കുക, ഈ കാറും കാശും എന്ത് ചെയ്യും? വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ അവിടെ ഇരിക്കും? എന്റെ അച്ഛൻ അടിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് അടിച്ച് അത് ഞാൻ വിചാരിച്ചു, കുഴപ്പമില്ല. അല്ല അതല്ല, അങ്ങനെ പോട്ടെ. വിചാരിച്ചതല്ലെന്നേ, ശരിക്കും പീതാംബരൻ ചേട്ടന് ലോട്ടറി അടിച്ചു എന്ന് ഞാൻ ഓടി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയണം, ശരിക്കും അടിച്ചെന്നുള്ള പറയാനായിട്ട് ഞാൻ പോവുകയാണ്. പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ പോണേ ഉള്ളൂ. പറയും അച്ഛൻ അവിടെ നിൽക്കുന്നു, ഞാൻ വന്നേക്കുന്നു, ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാണ്. അല്ല ഓക്കെ. അതായത് ഞാൻ വന്നു പീതാംബരൻ ചേട്ടൻ രാവിലെ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഇല്ലേ, അതടിച്ചു. ആ കാശ് എന്ത് ചെയ്യും? അങ്ങനെ അടിച്ച 10 പൈസ എനിക്ക് വേണ്ട, ആ കാശ് ഞാൻ മൊത്തം നിനക്ക് തരും. എന്തൊരു നാറിയാണ്. ഇതുവരെ ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ ആ കാശ് മുഴുവൻ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോ അത് താങ്ങാൻ പോലും ശക്തിയില്ലാത്ത ഊളനെയും കൊണ്ടാണ് എന്റെ മകനൂള നടക്കണത്. നാണമില്ലടാ നാറി.